നിങ്ങൾ ഈ വർഷം 2025 ദുബായിലേക്ക് അല്ലെങ്കിൽ UAE ഒരു ജോലി നോക്കി വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഈ വീഡിയോ കാണണം. ഈ വീഡിയോ ഞാൻ പറയുന്നുണ്ട് ഈ വർഷം, അതായത് ഇപ്പം ദുബായിൽ ഏറ്റവും കൂടുതൽ ഹൈ ഡിമാൻഡായിട്ടുള്ള കുറച്ച് ജോലികളെക്കുറിച്ചും അതിൻ്റെ സാലറിയെക്കുറിച്ചും. ഹബീബി, കം ടു മൈ ചാനൽ. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു ദുബായിൽ ഏറ്റവും ഹൈ പെയ്ഡ് ആയിട്ടുള്ള കുറച്ച് ജോലി പ്രൊഫൈൽ ഏതൊക്കെയാണെന്ന്. പക്ഷേങ്കിൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ 2025 ഏറെക്കുറെ ഒരു പകുതിയായി, എന്നാൽ പോലും ബാക്കി ഒരു 6 മാസം ഉണ്ടല്ലോ. ഈ ഒരു 6 മാസത്തിനുള്ളിൽ ഇവിടെ ദുബായിലേക്ക് ജോലി നോക്കി വരാനെ കൊണ്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, ഇപ്പം ഇവിടെ നിലവിൽ ഹൈ ഡിമാൻഡായിട്ടുള്ള കുറച്ച് ജോലികളെക്കുറിച്ചും അവർക്ക് വേണ്ട ഒരു വിദ്യാഭ്യാസ യോഗ്യതയെക്കുറിച്ചും കിട്ടുന്ന ഒരു ആവറേജ് സാലറിയെക്കുറിച്ചുമാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ പ്രൊഫൈൽ ഏതാണെന്ന് നോക്കാം. ആദ്യത്തെ എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്ന 2 വിഭാഗമാണ്. ഒന്ന് നേഴ്സിംഗ്, അല്ലെന്നുണ്ടെങ്കിൽ 2 ഒരു എഞ്ചിനീയർ എന്ന് പറയുന്നത്. ഇപ്പോഴും ഒരുപാട് എഞ്ചിനീയറിംഗ് കോളേജുകൾ വരുന്നുണ്ട്, ഒരുപാട് കുട്ടികൾ എഞ്ചിനീയറിംഗ് പഠിക്കുന്നുണ്ട്. നിങ്ങളിൽ പലരും ഇപ്പോൾ പഠിച്ചിട്ട് നിൽക്കുന്നവരും ഉണ്ടാവും. അപ്പം നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് കയറിപ്പോരാം. ഇപ്പം ഇവിടെ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർക്കും അല്ലെങ്കിൽ ഒരു ഡെവലപ്പർക്കും ഒക്കെ നല്ല സ്കോപ്പാണ്. പക്ഷേ നിങ്ങൾക്ക് വേണ്ട ഒരു എഡ്യൂക്കേഷനും കുറച്ച് ക്വാളിഫിക്കേഷനും അല്ലെങ്കിൽ സർട്ടിഫിക്കേഷനും ഒക്കെ ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. നിങ്ങൾക്ക് വേണ്ട എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഓർ റിലേറ്റഡ് ഫീൽഡ്, അതായത് CSC എഞ്ചിനീയറിംഗ് പഠിച്ച ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ധൈര്യമായിട്ട് കയറി വരാം. അതുപോലെ തന്നെ പൈത്തോൺ, ജാവ, C++ ഓർ ജാവ സ്ക്രിപ്റ്റ്, ഈ പറഞ്ഞ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലുള്ള ഒരു പരിജ്ഞാനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊരു പ്ലസ് പോയിന്റ് ആയിട്ട് ഇവിടെ വരാം. ഇനി ഈ ഒരു പറഞ്ഞ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സിന് കിട്ടുന്നൊരു ആവറേജ് നമുക്ക് സാലറി എന്ന് പറയുന്നത് AED 12,000 മുതൽ 35,000 ദിർഹത്തിനകത്താണ് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സാലറി. പിന്നെ ഇതെല്ലാം നിങ്ങളുടെ എക്സ്പീരിയൻസ്, നിങ്ങളുടെ സർട്ടിഫിക്കേഷൻ്റെ വാല്യൂ, പിന്നെ നിങ്ങളുടെ ബേസ്ഡ് ഓൺ യുവർ ഇൻ്റർവ്യൂ പെർഫോമൻസ്, ഇതെല്ലാം നോക്കിയിട്ടായിരിക്കും നിങ്ങളുടെ ഒരു സാലറി റേഞ്ച് എന്ന് പറയുന്നത്. ഞാൻ ഒരു ആവറേജ് സാലറിയാണ് പറഞ്ഞത്. ഇനി നമുക്ക് അടുത്ത പ്രൊഫൈൽ ഏതാണെന്ന് നോക്കാം. ശരിക്കും AI യുഗം തന്നെയാണ്. പണ്ട് കമ്പ്യൂട്ടർ വന്നു, അന്ന് കമ്പ്യൂട്ടർ യുഗം സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം മൊബൈൽ വന്നു, പിന്നീട് സ്മാർട്ട് ഫോണുകൾ വന്നു, അങ്ങനെ ഒരു സ്മാർട്ട് ഫോൺ യുഗം വന്നു, പിന്നീട് സോഷ്യൽ മീഡിയകൾ വന്നു. അങ്ങനെ കാലഘട്ടത്തിനനുസരിച്ച് ഓരോരോ പുതിയ ഇന്നോവേഷൻസ് വരുന്നു. അതെല്ലാം പുതിയ നമ്മുടെ ലോകത്തിൻ്റെ പുതിയ ലീഡിങ് പോയിന്റുകളായിട്ട് മാറുന്നു. ഇന്ന് അതുപോലെ വന്നിട്ടുള്ളൊരു ലീഡിങ് പോയിന്റാണ് AI എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഡാറ്റാ സയൻസ്, അതുപോലെ AI സ്പെഷ്യലിസ്റ്റുകൾ, ഇങ്ങനെയുള്ള പ്രൊഫൈലുകളിൽ പഠിച്ചിട്ടുള്ളവർക്കും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ജോലികൾ ചെയ്യുന്നവർക്കും ഇതിലുള്ള പരിജ്ഞാനമുള്ളവർക്കും ഇപ്പം ഇവിടെ ദുബായിൽ ഭയങ്കര സ്കോപ്പാണ്. കാര്യം എക്സ്പെഷ്യലി AI സ്പെഷ്യലിസ്റ്റുകൾക്ക് നിങ്ങൾക്ക് നല്ല സാധ്യതകളുണ്ട്. കാര്യം ഇനി അങ്ങോട്ട് വരുന്ന, ഇപ്പോഴെന്നല്ല, ഇനി അങ്ങോട്ട് വരുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് തന്നെ നിങ്ങളുടെ യുഗമാണ്, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം നിങ്ങൾ ഈ പറയുന്ന ഒരു AI സ്പെഷ്യലിസ്റ്റാണ്, നിങ്ങൾ ഇവിടോട്ട് കയറി വന്നാൽ, ഈ ദുബായിലൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നല്ലൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു കരിയർ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഞാൻ പറയാം. മാസ്റ്റേഴ്സ് ഓർ PhD ഇൻ കമ്പ്യൂട്ടർ സയൻസ്, സ്റ്റാറ്റിസ്റ്റിക്സ് ഓർ റിലേറ്റഡ് ഫീൽഡ്. ഈ പറഞ്ഞതിലൊരു ഡിഗ്രി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇനി നിങ്ങൾക്ക് വേണ്ട കുറച്ച് സ്കില്ലുകളുണ്ട്, അതൊക്കെ ഞാനൊന്ന് പറയാം. മെഷീൻ ലേണിംഗ്, ബിഗ് ഡാറ്റ അനലിറ്റിക്സ് ആൻഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ലൈക്ക് പൈത്തോൺ ആൻഡ് R. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നല്ലൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും. ഇനി നിങ്ങൾക്ക് കിട്ടുന്നൊരു സാലറി ഞാൻ പറയാം. AED 15,000 മുതൽ 30,000 ദിർഹംസ് വരെ നിങ്ങൾക്ക് ഒരു മാസം ഏൺ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫ്രീലാൻസ് ആയിട്ടും വർക്ക് ചെയ്യാം. നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നതിനൊപ്പം തന്നെ നിങ്ങൾക്ക് ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യാം. അതല്ല, നിങ്ങൾക്ക് ഇനി ഇവിടെ വന്നിട്ടൊരു ഫ്രീലാൻസർ വിസയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഫ്രീലാൻസറായിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ 2 രീതിയിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. ആസ് എൻ എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്യാം, ഒരു ഫ്രീലാൻസറായിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് അടുത്ത പ്രൊഫൈൽ നോക്കാം. അതാണ് ഹെൽത്ത് കെയർ. ഈ ഹെൽത്ത് കെയർ മേഖലയിൽ ഹൈ ഡിമാൻഡായിട്ടുള്ള 2 പ്രൊഫൈലുകൾ എന്ന് പറയുന്നത് എല്ലാം ഡിമാൻഡാണ്. എന്നാൽ പോലും ഡോക്ടേഴ്സ് ആൻഡ് നേഴ്സസ് ആണ് ഹൈ ഡിമാൻഡായിട്ടുള്ളത്. കാര്യം നമുക്കറിയാം, ഇപ്പം എല്ലാവരും നേഴ്സസ്മാരാണെങ്കിലും ഡോക്ടേഴ്സ് ആണെങ്കിലും എല്ലാം യൂറോപ്പിലോട്ടുള്ളൊരു കടന്നുകയറ്റമാണ്, അല്ലെങ്കിൽ യൂറോപ്പിലോട്ടുള്ളൊരു ഒഴുക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് വേക്കൻസീസ് വരുന്നുണ്ട്. ഈവൻ ഇവിടെ നിന്നുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള നേഴ്സസും ഡോക്ടേഴ്സും വരെ ഇപ്പോൾ ഈ പറഞ്ഞ യൂറോപ്യൻ കൺട്രികളിലോട്ടൊക്കെ മൈഗ്രേറ്റ് ചെയ്തു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ ഒരു ഹ്യൂജ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ പ്രൊഫൈലുകളുടെ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലിസ്റ്റുകളുടെ വേക്കൻസീസ് ഉണ്ട്. അപ്പം ഞാനിപ്പോൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു, എങ്ങനെ ഒരു നേഴ്സിന് എങ്ങനെ ദുബായിലെത്താം എന്നുള്ളത്. ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. നിങ്ങൾക്കത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളൊരു ഹെൽത്ത് കെയർ പ്രൊഫൈലാണ്, നിങ്ങളൊരു നേഴ്സാണെങ്കിൽ നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവും എങ്ങനെ നിങ്ങൾക്ക് ഇവിടെ വരാം, എന്തൊക്കെ ലൈസൻസും കാര്യങ്ങളൊക്കെ വേണമെന്ന്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ മറ്റുണ്ട്. അതായത് ഈ പറഞ്ഞ ഡോക്ടേഴ്സ് ആയാലും നേഴ്സസ് ആണെങ്കിലും നിങ്ങൾക്ക് വേണ്ട ഏതൊക്കെ ലൈസൻസുകൾ വേണം, എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്നുള്ള പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വിശദമായിട്ടുള്ളൊരു വീഡിയോ ഉണ്ട്, അത് നിങ്ങൾ കണ്ടാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നിങ്ങൾക്ക് വേണ്ട എക്സ്പീരിയൻസ് കാര്യങ്ങൾ, അതുപോലെ നിങ്ങൾക്ക്
ഇവർക്ക് വേണ്ട എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസും ഞാൻ പറയാം. ഒരു ഡോക്ടർ ആണെങ്കിൽ നിങ്ങൾക്കൊരു മെഡിക്കൽ ഡിഗ്രി വേണം, അത് അക്രഡിറ്റഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷന് വേണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നിങ്ങളൊരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു സ്പെഷ്യലിസ്റ്റ് ചെയ്തിരിക്കുന്ന മേഖലയിലുള്ളൊരു സർട്ടിഫിക്കേഷനും നിങ്ങൾക്ക് നിർബന്ധമായി ഉണ്ടായിരിക്കണം. ഇനി ഒരു നേഴ്സിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുകിൽ ഒരു BSc നേഴ്സ് ആയിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളൊരു GNM ആയിരിക്കണം. ഇത് രണ്ടും ഈ പറഞ്ഞതിലൂടെ തന്നെ അക്രഡിറ്റഡ് ആയിരിക്കണം, ഓതറൈസ് ആയിരിക്കണം. പിന്നെ നിങ്ങൾക്ക് ഇത് കൂടാതെ ലൈസൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് ഇവരുടെ സാലറി നോക്കാം. ഒരു ഡോക്ടറിൻ്റെ സാലറി നോക്കാം. ഒരു നോർമൽ ഡോക്ടർ ആണെന്നുണ്ടെങ്കിൽ, ഒരു സ്പെഷ്യലിസ്റ്റ് അല്ലാത്തൊരു ഡോക്ടർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു മാസം ആവറേജ് സാലറി എന്ന് പറയുന്നത് AED 25,000 മുതൽ 80,000 ദിർഹംസ് വരെയാണ് നിങ്ങൾക്ക് ഒരു മാസം കിട്ടാവുന്ന ആവറേജ് സാലറി. ഇനി നമുക്ക് നേരെ നേഴ്സുമാരോട് പോകാം. നേഴ്സിന് കിട്ടുന്ന ഒരു മാസം ആവറേജ് സാലറി എന്ന് പറയുന്നത് AED 6,000 മുതൽ 15,000 ദിർഹംസ് വരെയാണ്. ഇപ്പം ഇതിനകത്ത് ഞാൻ ഒന്ന് പറയാമല്ലോ, ഈ പറഞ്ഞ 6,000 മുതൽ 15,000 എന്ന് പറയുന്നത് നിങ്ങളൊരു BSc നേഴ്സ് ആണെങ്കിൽ, നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നിങ്ങളൊരു നേഴ്സ് ആണെങ്കിലാണ് നിങ്ങൾക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത്. GNM നേഴ്സ്, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, നിങ്ങൾക്ക് ഇത്രയും സാലറി കിട്ടാൻ സാധ്യത കുറവാണ്. കാര്യം നിങ്ങളിവിടെ വർക്ക് ചെയ്യുന്നത് അസിസ്റ്റൻറ്റ് നേഴ്സ് ആയിട്ടാണ്. ഇതിന് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു GNM നേഴ്സിന് നിങ്ങൾക്ക് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് RN ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് RN ആയിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ GNM കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പോസ്റ്റ് BSc ആയിട്ടുള്ള ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് RN ആയിട്ട് വർക്ക് ചെയ്യാം. അതുകൊണ്ട് തന്നെ നിങ്ങളിവിടെ AN ആയിട്ടായിരിക്കും, അതായത് അസിസ്റ്റൻറ്റ് നേഴ്സ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞൊരു സാലറി സ്കെയിൽ ഉണ്ടാകത്തില്ല. നിങ്ങൾക്ക് കിട്ടുന്ന ഒരു മാസം ആവറേജ് സാലറി എന്ന് പറയുന്നത് ഒരു AED ഒരു 3,000 മുതൽ ഒരു 10,000 ഉള്ളിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ഒരു മാസത്തെ ആവറേജ് സാലറി. ഇനി നമുക്ക് അടുത്ത പ്രൊഫഷൻ നോക്കാം. അടുത്തതാണ് ഫിനാൻഷ്യൽ അനലിസ്റ്റ് ആൻഡ് അക്കൗണ്ടൻസ്. നമുക്ക് ഇവർക്ക് വേണ്ട എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. ബാച്ചിലേഴ്സ് ഓർ മാസ്റ്റേഴ്സ് ഇൻ ഫിനാൻസ് ഓർ അക്കൗണ്ടിങ്, സർട്ടിഫിക്കേഷൻസ് ലൈക്ക് CPA, CFA ഓർ ACCA. ഇനി ഈ പറഞ്ഞ പ്രൊഫഷണൽക്ക് വേണ്ട കുറച്ച് മെയിനായിട്ടുള്ള സ്കിൽസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. അതായത് ഫിനാൻഷ്യൽ മോഡലിംഗ്, ബഡ്ജറ്റിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ്. ഈ പറഞ്ഞ സ്കിൽസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് അപ്ലൈ ചെയ്തോളൂ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ GST അല്ല, വാറ്റാണ്. അപ്പം ഈ പറഞ്ഞ വാറ്റിലൊക്കെ നിങ്ങൾക്കൊരു പരിജ്ഞാനവും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. നിങ്ങൾ അതൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വരുന്നത് നല്ലതായിരിക്കും. ഇനി ഇവർക്ക് കിട്ടുന്ന ഒരു മാസത്തെ ആവറേജ് സാലറി നോക്കാം. ഒരു ഫിനാൻഷ്യൽ അനലിസ്റ്റ് അല്ലെങ്കിൽ ഒരു അക്കൗണ്ടന്റിന് കിട്ടുന്ന ഒരു മാസത്തെ ആവറേജ് സാലറി എന്ന് പറയുന്നത് AED 10,000 മുതൽ 30,000 ദിർഹംസ് വരെയാണ്. അത് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ്, ഇൻ്റർവ്യൂ പെർഫോമൻസ് ഇതെല്ലാം വെച്ചിട്ടുള്ളതായിരിക്കും. ഒരു മാസത്തെ ആവറേജ് സാലറിയാണ് ഞാൻ പറയുന്നത്. നിങ്ങളിപ്പോൾ ഒരു ജൂനിയർ അക്കൗണ്ടൻ്റ് ആയിരിക്കും. നിങ്ങളെന്നോട് ചോദിക്കരുത് എനിക്ക് എന്തുകൊണ്ട് 15,000 കിട്ടുന്നില്ല, 10,000 കിട്ടുന്നില്ല, എനിക്ക് ഇത്രേ കിട്ടുന്നുള്ളൂ, അതായത് 10,000 താഴെ, ഒരുപാട് താഴെയാണ് കിട്ടുന്നതെന്ന് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്കൊക്കെ എക്സ്പീരിയൻസ് ഉണ്ട്. ഒരു ജൂനിയർ അക്കൗണ്ടിന് ഒരിക്കലും കിട്ടത്തില്ല. കാര്യം നിങ്ങളൊരു പഠിത്തം കഴിഞ്ഞ് നിങ്ങളൊരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് കയറുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും എത്രയും സാലറി കിട്ടില്ല. നിങ്ങൾക്ക് അതിനുള്ളൊരു നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ് അനുസരിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സാലറി ഉണ്ട്. ആ സാലറിയിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു സാലറി റേഞ്ചിലേക്ക് നിങ്ങളുടെ കരിയറിനെ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത പ്രൊഫൈൽ നോക്കാം. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞപ്പോൾ AI യുഗമാണ്. ഇനി അങ്ങോട്ട് മുന്നോട്ടും കുറച്ച് നാൾ AI യുഗത്തിലോട്ട് പോകും, അടുത്ത ഒരു ഇന്നോവേഷൻ വരുന്നവരെ. പക്ഷെങ്കിൽ ഈ AI യുഗത്തിന് മുമ്പ് വന്നതാണ് ഡിജിറ്റൽ യുഗം. അതായത് ഡിജിറ്റൽ മീഡിയ, സോഷ്യൽ മീഡിയ, അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പണ്ടൊക്കെ നമ്മളൊരു പരസ്യമൊക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നെങ്കിൽ നമ്മൾ പത്രത്തിൽ ഇടുമായിരുന്നു. പിന്നീട് പത്രം മാറി TV വന്നു. പിന്നെ അങ്ങനെയുള്ള പല പല മാധ്യമങ്ങളായിരുന്നു നമ്മൾ അഡ്വർടൈസ്മെൻറ്റ്, അതായത് തിയേറ്ററിലൊക്കെ ഇടുമായിരുന്നു. ഇന്ന് അതൊക്കെ മാറി. ഇന്ന് ഫുള്ളും ഏതൊരു സ്ഥാപനവും, ഈവൻ ഒരു കുഞ്ഞു സ്ഥാപനമാണെങ്കിൽ പോലും അവരുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ അവരുടെ ബിസിനസ് സെല്ല് ചെയ്യാനൊക്കെ കൊണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരിലെ എത്തിക്കാനൊക്കെ കൊണ്ടും ഇപ്പം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു മീഡിയം എന്ന് പറയുന്നത് ഡിജിറ്റൽ മീഡിയ ആണ്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയകളാണ്. ലൈക്ക് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ്, ട്വിറ്റർ, സ്നാപ്ചാറ്റ്, ലിങ്ക്ഡിൻ, ഈവൻ Gmail ഇതുപോലെയുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലത്ത് ഡിജിറ്റൽ മീഡിയയിലുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ ഡിജിറ്റൽ മീഡിയ പ്രൊഫഷണലുകൾക്ക് ഭയങ്കര ഡിമാൻഡാണ്. അപ്പോൾ അടുത്ത പ്രൊഫൈൽ എന്ന് പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാനേജറാണ്. ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല പല പ്രൊഫൈലുകളും അവരുടെ ഡിമാൻഡും അവർക്ക് വേണ്ട എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും ഒക്കെ ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. നിങ്ങൾ ആ വീഡിയോയിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ ഏതാണെന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇപ്പോൾ ഞാൻ പറയുന്നത് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാനേജർക്ക് കിട്ടുന്ന സാലറിയും അവർക്ക് വേണ്ട ഒരു ക്വാളിഫിക്കേഷനും കാര്യങ്ങളെക്കുറിച്ചാണ്. അപ്പം അവർക്ക് വേണ്ട ഒരു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രി ഇൻ മാർക്കറ്റിംഗ്, ബിസിനസ് ഓർ റിലേറ്റഡ് ഫീൽഡ്. ഇനി ഇവർക്ക് വേണ്ട കുറച്ച് സ്കിൽസ് ഉണ്ട്, അതൊക്കെ പറയാം. SEO or SEM, കണ്ടന്റ് സ്ട്രാറ്റജി, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, അനലിറ്റിക്സ്, ലീഡ് ജനറേഷൻ, ഇങ്ങനെയുള്ള, അതുപോലെ തന്നെ കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങിയ മേഖലയിലെല്ലാം ഇവർക്ക് നല്ല സ്കില്ലുണ്ടാവണം. കാര്യം ഇവർ ലീഡ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇവർ മാനേജ് ചെയ്യാൻ പോകുന്നത് ഇതുപോലെയുള്ള പ്രൊഫഷനുകളിൽ വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ പ്രൊഫൈലുകളിൽ വർക്ക് ചെയ്യുന്ന പ്രൊഫഷണലിസ്റ്റുകളെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ മേഖലകളിലെല്ലാം, ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം നല്ല വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങൾക്ക് നല്ലൊരു ജോലിയും കരിയറിൽ നിങ്ങൾക്ക് ഗ്രോത്തും ഉണ്ടാകാൻ പറ്റൂ. ഇനി നിങ്ങൾക്ക് കിട്ടുന്ന ഒരു മാസത്തെ ആവറേജ് സാലറി നമുക്ക് പറയാം. AED 15,000 മുതൽ 40,000
ദിർഹംസ് വരെയാണ്. ഇനി നമുക്ക് അടുത്ത പ്രൊഫൈലിലോട്ട് പോകാം. അടുത്താണ് കൺസ്ട്രക്ഷൻ പ്രൊജക്റ്റ് മാനേജേഴ്സ്. ഞാൻ നേരത്തെയുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇന്ന് ലോകത്തിൽ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഏറ്റവും കൂടുതൽ ബൂമിംഗ് ഉള്ള സിറ്റികളിൽ ഒന്നാണ് ദുബായ്. ഈവൻ യൂറോപ്പിനൊക്കെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ പോലും ഏറ്റവും കൂടുതൽ റിയൽ എസ്റ്റേറ്റ് സെക്ടറിൽ ബൂമിംഗ് ആയിട്ടുള്ളൊരു സിറ്റി തന്നെയാണ് UAE, അത് എസ്പെഷ്യലി ദുബായ്. അതുകൊണ്ട് തന്നെ പുതിയ പുതിയ കൺസ്ട്രക്ഷൻസ് ഒരുപാട് വരുന്നുണ്ട്. ഈവൻ റിയൽ എസ്റ്റേറ്റ് മാത്രമല്ല, ഇവർ ഈ പറഞ്ഞ പോലെ കൺട്രി ഡെവലപ്പ് ചെയ്യുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ സിറ്റി ഡെവലപ്പ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ മുൻപന്തി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഓരോ ദിവസം കഴിയുന്നതോറും പുതിയ പുതിയ പാലങ്ങളും പുതിയ പുതിയ ഡെവലപ്മെൻറ്റുകൾ കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ കൺസ്ട്രക്ഷൻ മേഖലയിൽ ഒരുപാട് ഡിമാൻഡുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കൺസ്ട്രക്ഷൻ മേഖലയിലുള്ള കൺസ്ട്രക്ഷൻ പ്രൊജക്റ്റ് മാനേജേഴ്സിനും ഡിമാൻഡുണ്ട്. ഇനി നമുക്ക് ഇവർക്ക് വേണ്ട ഒരു വിദ്യാഭ്യാസ യോഗ്യത നോക്കാം. ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഓർ കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ്. അതുപോലെ നിങ്ങൾക്കൊരു PNB സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അതൊരു പ്ലസ് പോയിന്റ് ആണ്. ഇനി നിങ്ങൾക്ക് വേണ്ട കുറച്ച് മെയിനായിട്ടുള്ള സ്കിൽസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ്, കോസ്റ്റ് കൺട്രോൾ, ലീഡർഷിപ്പ്. ഇനി നിങ്ങൾക്ക് കിട്ടുന്ന ഒരു മാസത്തെ ആവറേജ് സാലറി പറയാം. AED 20,000 മുതൽ 45,000 ദിർഹംസ് വരെയാണ് ഈ പറഞ്ഞ കൺസ്ട്രക്ഷൻ പ്രൊജക്റ്റ് മാനേജേഴ്സിന് കിട്ടുന്ന ഒരു മാസത്തെ ആവറേജ് സാലറി. ഇനി നമുക്ക് അടുത്ത പ്രൊഫൈലിൽ നോക്കാം. അടുത്താണ് ലീഗൽ അഡ്വൈസേഴ്സ് ഓർ കോർപ്പറേറ്റ് ലോയേഴ്സ്. ദുബായ് എന്ന് പറയുന്ന ഒരു വലിയ ഹബ്ബാണ്. പല കോർപ്പറേറ്റ് കമ്പനികളും പല രാജ്യത്തു നിന്ന് വരുന്നുണ്ട്. എസ്പെഷ്യലി ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ യൂറോപ്പിൽ നിന്ന് വരുന്നുണ്ട്. അങ്ങനെ പല കമ്പനികളിൽ നിന്ന് വരുന്നുണ്ട്. വലിയ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുണ്ട്. അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റുകളുണ്ട്. അപ്പോൾ ഇവർക്കെല്ലാം ലോയേഴ്സ് വേണം. ഇവരുടെ കാര്യങ്ങൾക്കെല്ലാം, ഇവരുടെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യാനെ കൊണ്ട് ഇവർക്കൊരു പാനൽ ബോർഡ് ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കോർപ്പറേറ്റ് ലോയേഴ്സ് അതുപോലെ തന്നെ ലീഗൽ അഡ്വൈസേഴ്സിനൊക്കെ ഇവിടെ ഭയങ്കര ഡിമാൻഡാണ്. ഇനി ഇവർക്ക് വേണ്ട എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും വേണ്ട കുറച്ച് ബേസിക് സ്കിൽസും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്കൊരു ലോ ഡിഗ്രി ഉണ്ടായിരിക്കണം. ഈ ഡിഗ്രി എന്ന് പറയുന്നത് കോർപ്പറേറ്റ് ഓർ കൊമേഴ്ഷ്യൽ ലോയിലുള്ളൊരു സ്പെഷ്യലൈസേഷൻ ആയിരിക്കണം. അതുപോലെ ഇനി നിങ്ങൾക്ക് വേണ്ട സ്കിൽസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ലീഗൽ റിസർച്ച്, കോൺട്രാക്ട് നെഗോസിയേഷൻ ആൻഡ് കംപ്ലയിൻസ്. ഈ പറഞ്ഞ മേഖലയിലുള്ളൊരു സ്കില്ല് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇനി നിങ്ങൾക്ക് കിട്ടുന്ന ആവറേജ് സാലറി എന്ന് പറയുന്നത് AED 55,000 മുതൽ 90,000 ദിർഹംസ് വരെയാണ് നിങ്ങൾക്ക് ഒരു മാസം ഏൺ ചെയ്യാവുന്ന ആവറേജ് സാലറി. ഈ പറഞ്ഞ ലോയേഴ്സിനൊക്കെ നിങ്ങൾക്കൊരു കമ്പനിയിൽ വർക്ക് ചെയ്തില്ലെങ്കിൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്കും ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യാം. പല കമ്പനികൾക്ക് വേണ്ടി നിങ്ങൾക്ക് വർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. കാര്യം നിങ്ങൾക്ക് അങ്ങനെ വർക്ക് ചെയ്യുന്നതൊക്കെ കുറച്ചുകൂടെ നിങ്ങൾക്ക് മണി ഏൺ ചെയ്യാൻ പറ്റും. പിന്നീട് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഒരു നിങ്ങളുടേതായിട്ടുള്ളൊരു ലീഗൽ ഫോംസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പക്ഷേങ്കിൽ ഇനീഷ്യലി നിങ്ങൾക്ക് ഒരു ജോലി കണ്ടെത്തുക എന്നുള്ളത് ഞാൻ ആദ്യം പറയത്തുള്ളൂ. കാര്യം ഇനിഷ്യലി നിങ്ങൾക്കൊരു ബേസ് ഉണ്ടാക്കണം, ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകണം, കോൺടാക്ട്സ് ഉണ്ടാകണം. അതിന് നിങ്ങൾ ഏതെങ്കിലും ഒരു നല്ലൊരു കോർപ്പറേറ്റ് കമ്പനിയിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അതിനുശേഷം പെതുക്കെ നിങ്ങൾ കുറച്ച് ക്യാഷൊക്കെ ഒന്ന് സേവ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഫ്രീലാൻസ് ആയിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ ജോലി ചെയ്യാം, കാശും ഉണ്ടാക്കാം. ഇനി നമുക്ക് അടുത്ത പ്രൊഫൈൽ നോക്കാം. അടുത്തത് ഇച്ചിരി കൂടിയ പണിയാണ് എയർലൈൻ പൈലറ്റ്സ്. അത് നമ്മളെല്ലാവർക്കും കിട്ടുന്നൊരു ജോലിയല്ല. എന്നാൽ പോലും നിങ്ങളൊരു പൈലറ്റ് ആവാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ പൈലറ്റ് ആയ ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ചാൻസ് ഉണ്ട്. പിന്നെ ഇവിടെ ഈ പൈലറ്റ്സ് എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ പറയാമല്ലോ, ഇവിടെ മെയിനായിട്ടും ദുബായിൽ മെയിനായിട്ടും 2 എയർലൈനുകളാണ് ദുബായുടെ ആയിട്ടുള്ളത്. ഒന്ന് എമിറേറ്റ്സും 2 ഫ്ലൈ ദുബായ്. അപ്പം ഈ പറഞ്ഞ ഇവൻ എമിറേറ്റ്സ് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഏറ്റവും വലിയ എയർലൈനുകളിൽ ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എയർലൈനിൽ എമിറേറ്റ്സിലൊക്കെ നിങ്ങൾക്കൊരു ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയാണ്, ലൈഫും രക്ഷപ്പെടും. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു എമിറേറ്റ്സിലെ ജോലിയുടെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഗെയിൻ ചെയ്യുന്നതും നിങ്ങളുടെ ഫ്യൂച്ചറായിട്ടുള്ളൊരു നിങ്ങളുടെ ഒരു ഗോള് അച്ചീവ് ചെയ്യാനൊക്കെ കൊണ്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ലതായിരിക്കും. ഇനി നിങ്ങൾക്ക് വേണ്ട വിദ്യാഭ്യാസ യോഗ്യതകൾ ഞാൻ പറയാം. നിങ്ങൾക്ക് കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ എക്സ്റ്റെൻസീവ് ഫ്ലൈറ്റ് ട്രെയിനിങ്ങും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇനി നിങ്ങൾക്ക് വേണ്ട കുറച്ച് സ്കില്ല് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് ഏവിയേഷൻ നോളജ് ആൻഡ് സേഫ്റ്റി പ്രോട്ടോകോൾസ് അറിഞ്ഞിരിക്കണം. അതിലുള്ളൊരു സ്കില്ല് നിങ്ങൾക്ക് നല്ലതായിരിക്കും. ഇനി നിങ്ങൾക്ക് കിട്ടുന്ന, അതായത് എയർലൈൻ പൈലറ്റ്സിന് കിട്ടുന്ന ഒരു മാസം ആവറേജ് സാലറി എന്ന് പറയുന്നത് AED 50,000 മുതൽ 80,000 ദിർഹംസ് വരെയാണ്. സോ അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പ്രൊഫൈലുകളൊക്കെയാണ് ദുബായിൽ അല്ലെങ്കിൽ UAEയിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഈ വർഷം, അതായത് 2025 ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ആയിട്ടുള്ളതും പെട്ടെന്ന് ജോലി കിട്ടുന്നതുമായിട്ടുള്ളൊരു പ്രൊഫൈലുകൾ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഏതെങ്കിലും പ്രൊഫൈലിൽ പെട്ടതാണ് നിങ്ങളെങ്കിൽ ധൈര്യമായിട്ട് കയറിപ്പോരുക. ഇനി ഇവിടെ ഉള്ളവരാണെങ്കിലും നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങൾക്ക് ഇപ്പോൾ 1-2 മാസമായി നിങ്ങൾ വന്നിട്ട് ജോലിയൊന്നും കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് എന്തായാലും കിട്ടും. കാര്യം നിങ്ങളെ ഇവിടെ ആവശ്യമുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഇനി നിങ്ങളുടെ പ്രൊഫൈൽ ഏതാണോ, നിങ്ങളുടെ ആ പ്രൊഫൈലിനെ കുറിച്ച് അതിൻ്റെ ഒരു സാധ്യതയെക്കുറിച്ച് മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറ. വരുന്ന എപ്പിസോഡിൽ നമുക്ക് അതിനെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഞാൻ നേരത്തെ ഇതിനു മുമ്പും ഉള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, നമുക്കൊരു കരിയർ ഗൈഡൻസ് പ്രോഗ്രാമുണ്ട്. നിങ്ങൾ ആർക്കെങ്കിലുമൊക്കെ ഈ പറയുന്ന ഒരു കരിയർ ഗൈഡൻസ് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിലും നിങ്ങളുടെ കരിയറിനെ കുറിച്ചുള്ള ഒരു അവയർനെസ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിലും നിങ്ങൾ ആ ഒരു പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാം. ഞാൻ ഡിസ്ക്രിപ്ഷൻ
ഡിസ്ക്രിപ്ഷനിൽ ആ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ബാക്കി ഈ കാര്യങ്ങളൊക്കെ അതുവഴി നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. എൻ്റെ വീഡിയോയിലെല്ലാം നിങ്ങൾ പലരും ചോദിച്ചിട്ടുണ്ട്, കമൻറ്റ് ചോദിച്ചിട്ടുണ്ട്, ഒരു കൺസൾട്ടൻസിയെ റെഫർ ചെയ്ത് തരുമെന്ന്. ഞാൻ ഇവിടെ ഒരു കൺസൾട്ടൻസിയെ ഞാൻ റെഫർ ചെയ്യില്ല. കാര്യം നമുക്ക് കൺസൾട്ടൻസി എന്ന് പറയുന്നതിൽ 100% നമുക്ക് വിശ്വാസം അർപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒരു കൺസൾട്ടൻസിയും നിങ്ങൾക്ക് റെഫർ ചെയ്ത് തരാത്തതും ഈവൻ ഒരു കൺസൾട്ടൻസിയുടെ പ്രൊമോഷനും നമുക്ക് പറഞ്ഞു തരാത്തതും അല്ലെങ്കിൽ പ്രൊമോഷനും നമ്മൾ ചെയ്യാത്തതും. കാര്യം ഞാനൊരു കൺസൾട്ടൻസിയെ നിങ്ങൾക്ക് റെഫർ ചെയ്ത് തന്നാൽ അത് നിങ്ങൾ എന്നോടുള്ള വിശ്വാസത്തിന് പുറത്ത് നിങ്ങൾ ആ കൺസൾട്ടൻസിക്ക് നിങ്ങളുടെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് കൊടുക്കും. ചിലപ്പോൾ അവർ ഒരു എമൗണ്ട് നിങ്ങളിൽ നിന്ന് ഫീ ഈടാക്കും. നാളെ നിങ്ങൾക്കത് ചീറ്റിംഗ് ആയിട്ട് വന്നാൽ അത് നമ്മുടെ ക്രെഡിബിലിറ്റിയും ബാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു കൺസൾട്ടൻസിയും പറയുന്നില്ല. നമുക്ക് പറയാനുള്ളത് നിങ്ങൾ ധൈര്യമായിട്ട് കയറി വരിക. നിങ്ങളിലും നിങ്ങളുടെ കഴിവിലും നിങ്ങൾക്ക് 100% കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് കയറി വന്ന് നിങ്ങൾക്ക് ശ്രമിച്ചാൽ ഇവിടെ ജോലി കിട്ടും, ജോലി കിട്ടാതിരിക്കത്തില്ല. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ കയറി വരിക, സെൽഫായിട്ട് നോക്കുക. ഒന്നും നടന്നില്ല, ലാസ്റ്റ് അറ്റംപ്റ്റ് ആയിട്ട് ഒന്നും നടന്നില്ലെങ്കിൽ മാത്രമേ നിങ്ങൾ കൺസൾട്ടൻസി എന്നുള്ളൊരു ഓപ്ഷനിലോട്ട് പോകാവൂ. ഫസ്റ്റ് നിങ്ങൾ തന്നെ ട്രൈ ചെയ്യുക, നമുക്ക് കിട്ടിയിരിക്കും. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണാം. മാസലാമ.